യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ ബിന്നിയുടെയും മായ വിശ്വനാഥൻ്റെയും 2 വീഡിയോസ് വെച്ച് ഇനിയൊന്നും പറയാൻ ബാക്കിയില്ലല്ലോ. അത്രയ്ക്കുമല്ലേ എല്ലാവരും ചേർന്ന് പൊങ്കാല ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോസിന് എത്ര പേരാണ് പ്രതികരിച്ചിരിക്കുന്നത്? ഈ ടോപ്പിക് എടുക്കണ്ട എന്ന് വിചാരിച്ചതാണ്. എങ്കിലും നിവർത്തിയില്ലാത്തതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ ഞാനങ്ങ് പറഞ്ഞോട്ടെ. ഈ കാര്യങ്ങൾ പറയുന്നത് കൊണ്ട് ഞാൻ ബിന്നിയുടെ PR ആണെന്ന് മാത്രം ആരും പറയരുത്. ബിന്നി അംബികയുടെ വീട്ടിലേക്ക് ചെന്നതുപോലും അംബികയുമായുള്ള അടുത്ത ബന്ധം കാരണമാണ്. കാരണം ബിന്നിയുടെ കൂടെ അഭിനയിച്ച ഒരു വ്യക്തി കൂടിയായിരുന്നു അംബികാമ്മ. അംബികാമ്മയുടെ അമ്മയുടെ മരണമറിഞ്ഞപ്പോൾ ഓടിച്ചെന്നതായിരുന്നു ബിന്നി. അംബികാമ്മയുമായി ഒരുപാട് സമയം ബിന്നി സംസാരിച്ചു നിൽക്കുന്നത് നമ്മൾ പല വീഡിയോസിലായി കണ്ടിട്ടുണ്ട്. എന്നാൽ അതൊന്നും ചർച്ച ചെയ്യാതെ ബിന്നി ഒന്ന് ചിരിച്ചത് മാത്രമാണ് എല്ലാവരും എടുത്ത് ചർച്ച ചെയ്യുന്നത്. ഒരുപാട് നേരമായിരുന്നു സാജൻ സൂര്യയും ബിന്നിയും അംബികാമ്മയുമായി സംസാരിച്ചു കൊണ്ടിരുന്നത്. അംബികാമ്മയുടെ ദുഃഖത്തിൽ പങ്കുചേർന്നതിന് ശേഷമായിരുന്നു ബിന്നിയെ എല്ലാവരും പൊങ്കാലയിട്ടിരുന്നത്. നിങ്ങൾ ഈ ചിത്രമൊന്ന് നോക്കിക്കേ. അംബികാമ്മയുടെ സഹോദരിയാണ്. പുള്ളിക്കാരിയും പുഞ്ചിരിച്ചുകൊണ്ടല്ലേ അവിടെ നിൽക്കുന്നത്. പിന്നെ മുൻകാലങ്ങളിലെ ഒരു നടനും അംബികാമ്മയുടെ വിഷമത്തിൽ പങ്കുചേരുവാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അംബികാമ്മയോടും സഹോദരിയോടും സംസാരിക്കുമ്പോൾ പുള്ളിക്കാരൻ എന്തുമാത്രം ചിരിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. റിപ്ലൈ കൊടുക്കുന്ന അംബികാമ്മയുടെ സഹോദരിയും പുഞ്ചിരിച്ചുകൊണ്ടാണ് കൊടുക്കുന്നത്. ഇവർക്കൊന്നുമില്ലാത്ത വിഷമം പിന്നെ ബിന്നിക്കെന്തിനാണ് വേണ്ടത്? മരണ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അലമുറയിട്ട് കരയണമെന്നാണോ നിങ്ങളെല്ലാവരും പറയുന്നത്? നമ്മളും മരണ വീട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പരിചയമുള്ളവരോട് നമ്മൾ ചെറിയ പുഞ്ചിരിയും അവരോട് സംസാരിക്കാറുമില്ലേ? അതുപോലും പാടില്ല എന്നാണോ നിയമം? അതുമാത്രം ക്യാപ്ചർ ചെയ്തുകൊണ്ട് എന്തിനാണ് ഒരാളെ മാത്രം പിച്ചി ചീന്തുന്നത്? ബിഗ് ബോസിലിരിക്കവേ ബിന്നിക്ക് ഒരുപാട് ഹെയ്റ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. അത് കാരണം ബിന്നി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും തെറ്റാണെന്ന് വാദിക്കുവാനാണ് മറ്റുള്ളവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ചില ആളുകളുടെ കമന്റ്സും വീഡിയോസും എല്ലാം കാണുമ്പോൾ ശരിക്കും ഇവർക്കൊന്നും ബോധമില്ലേ എന്ന് തന്നെ തോന്നിപ്പോകും. ഒന്നുമില്ലെങ്കിലും ഇവർ ഒരു നടിയല്ലേ. മരണ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഇനി ഇവർക്ക് സന്തോഷമുണ്ടെങ്കിലും ഒന്ന് അഭിനയിച്ച് നിന്നുകൂടെ എന്നായിരുന്നു ഇവർ പറയുന്നത്. ഒരു മരണ വീട്ടിൽ പോയി അഭിനയിച്ചു നിൽക്കുവാൻ പറയുന്നവരെ തന്നെ നമിച്ചു പോകുന്നു. മണിക്കൂറുകളോളം അവിടെ നിന്ന് ബിന്നിയുടെ മറ്റുള്ള വീഡിയോസ് ഒന്നും ക്യാപ്ചർ ചെയ്യുവാതെ ഈ ചിരിക്കുന്ന വീഡിയോ മാത്രം പബ്ലിക്കാക്കി വളരെ വൃത്തികെട്ട രീതിയിലേക്ക് വീണ്ടും നെഗറ്റീവായി ചിത്രീകരിക്കുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. ഇനിയെങ്കിലും ഒന്ന് നിർത്തൂ. ഈ വീഡിയോ ചെയ്യുന്നത് കൊണ്ട് എനിക്കിട്ട് നല്ല പൊങ്കാല വരുമെന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. നല്ലത് പറഞ്ഞാലും മോശം പറയുന്നവരോട് ഒന്നും പറയുവാനില്ല. ഇപ്പോൾ ഈ യൂട്യൂബിൽ ഉടനീളം ചർച്ച ചെയ്യുന്ന ഈ ടോപ്പിക്ക് എത്ര ബാലിശമായ ഒരു കാര്യമാണ്. ഇനി കമന്റ് ഇടാൻ വേണ്ടി പോകുന്നവർ പറയുന്നത് ഇങ്ങനെയായിരിക്കും: നിന്റെ വീട്ടിലാണ് ഈ മരണം നടന്നതെങ്കിൽ അവിടെ വന്ന് ആരെങ്കിലും ചിരിച്ചു കഴിഞ്ഞാൽ നിനക്ക് എന്തായിരിക്കും തോന്നുക എന്നുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കണം, എന്റെ വിഷമം എന്റേത് മാത്രമാണ്. എന്നെപ്പോലെ മറ്റുള്ളവരും വിഷമിക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഞാൻ കരയുന്നുണ്ടെങ്കിൽ എന്റെ കൂടെ ഇരുന്ന് കരയണമെന്നും ഞാൻ ഒരിക്കലും പറയില്ല. മണിക്കൂറുകളോളം അവിടെ നിന്ന ഒരു വ്യക്തിയുടെ 1-2 സെക്കൻഡ് വീഡിയോസിനെ വെച്ച് അവരെ നിങ്ങൾ ഒരിക്കലും വിലയിരുത്തരുത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരുവാൻ മറക്കരുത്. നിങ്ങൾക്ക് പുതിയ അപ്ഡേറ്റ്സ് അറിയുവാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.